നമസ്കാരം. പണ്ട് ശംബരൻ എന്ന ഒരു അസുരപ്രവരൻ താർമകനെ ബ്രഹ്മാവിനെ തപസ്സു ചെയ്ത് പ്രത്യക്ഷമാക്കി. എന്തു വരം വേണമെന്ന് വിരിഞ്ചൻ ചോദിച്ചപ്പോൾ ആരാലും താൻ വധിക്കപ്പെടാൻ പാടില്ല എന്നും അഥവാ വധിക്കപ്പെടണമെങ്കിൽ കാമദേവനാൽ മാത്രമായിരിക്കണമെന്നും അവൻ വരം ആവശ്യപ്പെട്ടു. നാൻമുഖൻ അവൻ ചോദിച്ച വരം ദാനം ചെയ്ത് അപ്രത്യക്ഷനായി. കാമദേവൻ കാലാരിയുടെ മഹാദേവൻ്റെ നേത്രാഗ്നിയിൽ ദഹിച്ചു പോയിരിക്കുന്നതിനാൽ ഇനി ജനിക്കില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെയാണ് ശംബരൻ അപ്രകാരം ഒരു വരം ആവശ്യപ്പെട്ടത്. മന്മഥൻ്റെ മരണശേഷം ഈ കാമദേവൻ്റെ മരണശേഷം പത്നിയായ രതീദേവി അവരുടെ തപസ്സിൻ്റെ ഫലമായി ലോകോപകാരാർത്ഥം അദ്ദേഹം വീണ്ടും ജനിച്ചു എങ്കിലും പൂർണ്ണ കലയോടുകൂടി അദ്ദേഹം ജനിക്കാതിരുന്നതിനാൽ ശംബരവധത്തിന് അദ്ദേഹം പ്രാപ്തനായിരുന്നില്ല. ഒരു ദിവസം രതി ദുഃഖാർത്തയായി ഇരുന്ന് കരയുന്ന അവസരത്തിൽ നാരദമുനി അവിടെ എഴുന്നള്ളി അവളോട് പറഞ്ഞു, ബാലേ, നീ സങ്കടപ്പെടാതിരിക്കൂ. നിന്റെ ഭർത്താവ് പൂർണ്ണ കലാംശത്തോടുകൂടി ഇനി ഒരു മനുഷ്യനായി ജനിക്കും. മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീകൃഷ്ണൻ്റെ പുത്രനായിട്ടായിരിക്കും അവൻ ജനിക്കുന്നത്. സംഗതിവശാൽ ശത്രുവായ ശംബരൻ്റെ ഗൃഹത്തിൽ അവൻ വളരാനിടവരും. അതുകൊണ്ട് നിന്നിലുള്ള മായാശക്തിയാൽ മറ്റൊരു നാരീവടിവു ചമഞ്ഞ് മായാവതി എന്ന പേരിൽ ശംബരൻ്റെ ഗൃഹത്തിൽ പോയി താമസിക്കൂ. എല്ലാം മംഗളായി കലാശിക്കും. ഈ വിധം സാന്ത്വനപ്പെടുത്തി വിധിസുതൻ നാരദ മഹർഷി മറഞ്ഞു. മുനീന്ദ്രൻ്റെ ഉപദേശപ്രകാരം രതി തൻ്റെ യാഥാർത്ഥ്യം മറച്ച് ആകൃതിയിലും പ്രകൃതിയിലും വ്യത്യാസം വരുത്തി മായാവതി എന്ന പേരിൽ ഒരു വേലക്കാരി എന്ന മട്ടിൽ ശംബരനെ ചെന്ന് കണ്ട് അവൻ്റെ പാചകിയായി തീർന്നു. അവൾ എന്ത് പാകപ്പെടുത്തി കൊടുത്താലും അവന് അത് ഇഷ്ടവും തൃപ്തിയുമായിരുന്നു. ആ കാലത്ത് രുക്മിണീദേവി ഗർഭിണിയായി ക്രമേണ ഗർഭം പൂർണ്ണമായി കൊണ്ടിരിക്കുകയായിരുന്നു. നാരദൻ്റെ പിന്നത്തെ ഗതി ശംബരൻ്റെ അടുക്കലേക്കായിരുന്നു. ഒരു ദിവസം മുനീന്ദ്രൻ ശംബരനെ കണ്ടറിയിച്ചു, ഹേ അസുരപ്രവര, അങ്ങ് ലോകഗതിയൊന്നും അറിയുന്നില്ലേ? അങ്ങയുടെ ശത്രു ഇതാ ജനിക്കാൻ തുടങ്ങുന്നു. ശ്രീകൃഷ്ണൻ്റെ പത്നിയായ രുക്മിണീദേവിയുടെ ഉദരത്തിൽ കിടന്ന് വളരുന്നത് അങ്ങയുടെ ഘാതകനായ കാമദേവനാണ്. സൂക്ഷിച്ചുകൊള്ളൂ, രക്ഷപ്പെടാനുള്ള മാർഗം നോക്കിക്കൊള്ളുക. ഇതിനിടയിൽ ഒരു കാര്യം പറയട്ടെ. ഈ മഹാദേവനാണ് കാമദേവനെ വധിച്ചത്. അതുകൊണ്ട് കാമദേവൻ്റെ അവതാരമായിട്ടുള്ള കുഞ്ഞാണ് ജനിക്കാൻ പോകുന്നത് എന്ന് ശ്രീകൃഷ്ണന് അറിയാവുന്നതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണൻ ഒരു പുത്രജന്മത്തിന് മുൻപ് മഹാദേവൻ്റെ അടുത്ത് പോയിട്ട് സമ്മതം ചോദിക്കുന്ന ഒരു രംഗമുണ്ട് ഭാഗവതത്തിൽ. അദ്ദേഹം ഗരുഡൻ്റെ പുറത്ത് കയറി കൈലാസത്തിലെത്തുന്നുണ്ട്. മുരാന്തകനും പുരാന്തകനും, അതായത് വിഷ്ണുവും ശിവനും തമ്മിലുള്ള കൂടിക്കാഴ്ച കാണുവാനായി വിരിഞ്ചദേവനും വിബുധന്മാരും യക്ഷഗന്ധർവ കിംപുരുഷന്മാരും പ്രഹ്ലാദൻ തുടങ്ങിയ ഭക്തന്മാരായ അസുരന്മാരും ശിവഭക്തനായ ബാണാസുരനും വന്നി വരുണൻ കുബേരൻ യമൻ വായു നൃതി ഇന്ദ്രൻ തുടങ്ങിയ അഷ്ടദിക്പാലകന്മാരും നാരദാദി മുനിസത്തമന്മാരും സ്തോത്രഗീതങ്ങൾ പാടിക്കൊണ്ട് കൈലാസത്തിൽ ആഗമിക്കുന്നുണ്ട് അവിടെ. അങ്ങനെ ആദിത്യചന്ദ്രന്മാരും പരമദീപ്തിയോടെ ആകാശനീലപ്പരപ്പിൽ പ്രത്യക്ഷപ്പെട്ടു. കൃഷ്ണൻ അവതാരമാണെന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും അദ്ദേഹത്തിൻ്റെ വൈഭവം എത്രമാത്രം ഉണ്ടെന്നറിവാനുള്ള ആകാംക്ഷയാണ് എല്ലാവരെയും അവിടെ ആഗമിക്കുവാൻ പ്രേരിപ്പിച്ചത്. അദ്ഭുതം. വൈകുണ്ഠവും കൈലാസവും ഒന്നായി ഭക്തജനങ്ങൾ അവിടെ ദർശിച്ചു എന്നാണ് പറയണത്. സുരഭിലങ്ങളായ കുസുമസഞ്ചയങ്ങൾ വിടർന്നു, പരിമളഭരനായ മന്ദാനിലൻ വീശി, പക്ഷിജാലങ്ങൾ കളകൂജിത ഗാനങ്ങൾ മുഴക്കി, പാവനമായ ഗംഗ കല്ലോലരഹിതമായും മന്ദമായും ഒഴുകി വിഷ്ണു പാർഷദന്മാരും ശിവപാർഷദന്മാരും ഭേദമില്ലാതെ കാണപ്പെട്ടു. വൃന്ദാവന സുന്ദരൻ്റെ ആഗമന വൃത്താന്തം ജ്ഞാനദൃഷ്ട്യാ സോമസുന്ദരമൂർത്തി മഹാദേവൻ അറിഞ്ഞു. അംബികാസമേതം പാർവതീ സമീപം ഋഷഭാരൂഢനായി അദ്ദേഹം ഭൂത വേതാള യക്ഷകിന്നര സഞ്ചയങ്ങളോടൊപ്പം
ഗണനാഥ സ്കന്ദാദി നന്ദനന്മാരോടും കൂടി സർപ്പഭൂഷണനായി, സർപ്പകുണ്ഡലനായി, ശൂലധാരിയായി, പിംഗലേക്ഷനായി, മംഗല ത്രിനേത്രനായി, ശാർദൂല ചർമ്മധാരിയായി, സർവാംഗ ഭസ്മലേപിതനായി, ചന്ദ്രകലാധരനായി, ഗംഗാമകുടഭാസിതനായി, ചെന്താമരക്കണ്ണൻ്റെ സന്നിധിയിൽ വന്ന് വൃഷഭത്തിൻ്റെ മുകളിൽ നിന്നും താഴെ ഇറങ്ങി അദ്ദേഹത്തെ കൈകൂപ്പി സ്വാഗതം ചെയ്തു. ഭഗവാൻ കൃഷ്ണനും പക്ഷീന്ദ്രകണ്ഠത്തിൽ നിന്നും അവരോഹണം ചെയ്ത് ഇറങ്ങി പശുപതിയെയും പാണി പങ്കജങ്ങൾ കൂപ്പി വന്ദിക്കുന്നുണ്ട്. പരസ്പരം അവർ ഗാഢ ആലിംഗനം ചെയ്തു. ആ സമയം അവർ ഒന്നായി ചേർന്ന് അപ്രത്യക്ഷമായി. ദേവകളും മുനികളും അഷ്ടദിക് പാലകരും ഗന്ധർവാദികളും എല്ലാം ഭക്തവിവശരായി ആനന്ദപുളകം പൂണ്ടു നിന്നുപോയി എന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. മലർമകൾ കാന്തനായ മാധവകൃഷ്ണനും മലമകൾ കാന്തനായ പരമശിവനും ഒന്നു തന്നെയാണ് എന്ന് കണ്ട് ജയ ജയ കൃഷ്ണ, കൃഷ്ണ ജയ ജയ കൈലാസപതേ എന്ന് അവർ ഉച്ചത്തിൽ വാഴ്ത്തി സ്തുതിച്ചു. ഒരു നിമിഷത്തേക്ക് കൃഷ്ണനും ശിവനും ഒന്നാണെന്നുള്ള ധാരണ വന്നെങ്കിലും അടുത്ത നിമിഷത്തിൽ മായയുടെ വൈഭവത്താൽ കൃഷ്ണനും ശിവനും വേറെ വേറെ ശക്തി ആണെന്നുള്ള ബോധം തിരിച്ച് അവരിലേക്ക് വരികയാണ്. ദേവന്മാരിലേക്കും അത് കണ്ടു നിൽക്കുന്നവരിലേക്കുമെല്ലാം. അങ്ങനെ കൈലാസപതി കമലാപതിയെ ആലിംഗനം ചെയ്ത് കൂട്ടിക്കൊണ്ടുപോയി ഭദ്രപീഠത്തിലൊക്കെ ഇരുത്തി അർഘ്യപാദ്യാദികളാൽ ഉപചാരങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ചോദിച്ചു, ഹേ സനാതനമൂർത്തേ ജനാർദ്ദന, അങ്ങ് ഇപ്പോൾ ഇവിടേക്ക് എഴുന്നള്ളാനുള്ള കാരണം എന്താണെന്ന് അരുളി ചെയ്താലും. അങ്ങയുടെ പാദവാംസുക്കളാൽ ഈ കൈലാസം ധന്യധന്യമായി തീർന്നിരിക്കുന്നു. അപ്പോൾ കൃഷ്ണൻ പ്രതിവചിക്കുകയാണ്, ചന്ദ്രചൂഡപ്രഭോ അംബികാപതേ, അങ്ങയെ തൃക്കൺ പാർക്കാൻ വന്നിരിക്കുന്നത് പുത്രലാഭത്തിന് വേണ്ടിയാണ്. കാമദേവാംശജനായ ഒരു പുത്രനാണ് എനിക്ക് ആദ്യം ഉണ്ടാകേണ്ടത്. അതാണ് കമലാസന വിധി, ബ്രഹ്മവിധി. നിന്തിരുവടി കാമദേവ ശത്രുവാണല്ലോ. ആയതിനാൽ വിധിപ്രകാരം ആ പുത്രൻ ഉണ്ടാകുന്നതിന് നിന്തിരുവടി അനുഗ്രഹിക്കണം. ഭഗവാൻ കൃഷ്ണൻ സമ്മതം ചോദിക്കുകയാണ്. ഒരാൾ അല്ലെങ്കിൽ ഒരു ശക്തി ശാപം കൊടുത്തതുകൊണ്ടോ ശത്രുവാക്കിയതുകൊണ്ടോ അതിനെ ബഹുമാനത്തോടെ കണ്ടുകൊണ്ട് ഒരു സമ്മതം ചോദിക്കുകയാണ് ഭഗവാൻ പോലും. അപ്പം മൃത്യുഞ്ജയൻ മധുരമായിട്ട് അരുളി ചെയ്യാണ്, മധുസൂദന, ലോകപിതാവായ അങ്ങയ്ക്ക് ഒരു തനയനുണ്ടാകുന്നതിന് എൻ്റെ അനുഗ്രഹം വേണോ? മന്മഥൻ അങ്ങയുടെ പുത്രനായി ജനിക്കാൻ യോഗമുള്ളത് ആയതുകൊണ്ടല്ലേ അങ്ങനെ സംഭവിക്കുന്നത്. മന്മഥവൈരി എന്നുള്ള നിലയിൽ ചില രഹസ്യങ്ങൾ അങ്ങയെ ഞാൻ ധരിപ്പിക്കാം. എൻ്റെ നിടിലാക്ഷവന്യയിൽ തൃക്കണ്ണിൽ നിന്ന് വന്ന ആ അഗ്നിയിൽ പണ്ട് ദഹിച്ചുപോയ കാമദേവൻ ലോകോപകാരാർത്ഥം വീണ്ടും ജന്മമെടുത്തു എങ്കിലും അവനിൽ അന്തർഭവിച്ചിരിക്കുന്ന ഒരു മഹാചൈതന്യം ഇന്നും ജന്മം ലഭിക്കാതെ അവശേഷിക്കുകയാണ്. അവൻ്റെ പത്നിയായ രതി ആ അവശിഷ്ട കാമചൈതന്യത്തിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി ഇന്നും എന്നെ സേവിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ അവൻ അങ്ങയുടെ പത്നി രുക്മിണിയിൽ ഒരു പുത്രനായി ജനിക്കാൻ ഞാൻ അനുഗ്രഹിക്കുന്നു. യദുവംശത്തിൽ അവൻ പ്രഖ്യാതനായി തീരും, ലോകൈക സുന്ദരനായി ഭവിക്കും. അങ്ങനെ പരമശിവ ഭാഷിതം കേട്ട് സന്തുഷ്ടനായ പരന്താമൻ കൃതജ്ഞതയോടെ മഹേശ്വര പാദങ്ങളെ നമസ്കരിച്ച് തിരിച്ചു പോകുന്ന ഒരു സന്ദർഭം ഭാഗവതത്തിലുണ്ട്. അത് ഞാനിവിടെ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. അങ്ങനെ ഒരു ശുഭമുഹൂർത്തത്തിൽ ശുഭാംഗിയായ രുക്മിണി ദേവി കോമളനായ ഒരു ആൺ പൈതലിനെ പ്രസവിക്കുന്നു. ആ സമയം തൻ്റെ അപ്രമേയമായ ശക്തിയാൽ ശംബരൻ പ്രസവശയ്യയിൽ കിടന്ന മാതാവിനെ മയക്കി പ്രജയെ അപഹരിച്ചു കൊണ്ടുപോയി കടലിൽ എറിഞ്ഞുകളഞ്ഞു. താൻ പ്രസവിച്ച ഓമൽ പൈതൽ നിമിഷ നേരം കൊണ്ട് അപ്രത്യക്ഷമായത് കണ്ട് രുക്മിണി ദേവി സഹിക്കവയ്യാത്ത ദുഃഖത്തോടെ വാവിട്ട് കരഞ്ഞു. കമലനയനൻ വന്നു പ്രിയതമയെ സാന്ത്വനപ്പെടുത്തി. കാമദേവൻ്റെ പുനർജന്മമായി അവൻ ജനിച്ചു, ലോക വ്യാപാരത്തിന് വേണ്ടി അവൻ മറഞ്ഞു എന്ന് സമാധാനിക്കുക. ഇനി വീണ്ടും അവൻ പ്രത്യക്ഷപ്പെടും, വിഷമിക്കാതിരിക്കൂ എന്ന് പത്നിയെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. ശംബരൻ സമുദ്രത്തിലെറിഞ്ഞ ആ കുഞ്ഞ് അതിനെ ഒരു മത്സ്യം കൊത്തി വിഴുങ്ങി. താമസം വിന ഒരു മുക്കുവന് ആ മത്സ്യത്തെ വലയിൽ കിട്ടി. കാഴ്ചയിൽ പ്രത്യേകം ഭംഗിയും ശോഭയും ഉണ്ടായിരുന്ന ആ മീനിനെ ദാശൻ ദേശാധിപനായ ശംബരാസുരന് കാഴ്ചയായിട്ട് വെച്ചു.
ദൈത്യേന്ദ്രൻ സന്തോഷപൂർവ്വം അതെടുത്ത് മായാവതിയെ വിളിച്ച് പാചകം ചെയ്യാനായിട്ട് ഏൽപ്പിക്കുകയാണ് ആ മത്സ്യത്തെ. അനന്തരം അവൻ നായാട്ടിനായിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ശംബരൻ പാചകം ചെയ്യാനായി മത്സ്യത്തെ കീറിയപ്പോൾ ദിവ്യ തേജസ്സോടുകൂടിയ ഒരു കൊച്ച് മനോഹര പൈതൽ അതിലിരിക്കുന്നത് കണ്ട് മായാവതി അത്ഭുതപ്പെട്ടു. പണ്ട് നാരദർ പറഞ്ഞ വാക്കുകൾ ആ നാരീമണി ഓർമ്മിച്ചു. ആ ശിശു തൻ്റെ ഭർത്താവായ മലർബാണൻ്റെ പുനർജന്മമായിരിക്കുമോ എന്ന് ആ മനോഹരിയുടെ മനതാരിൽ ഒരു സംശയം തോന്നി. ആ സംശയം നാരദ മഹർഷി വീണ്ടും അവിടെ സമാഗമിച്ച് ആ ശിശുവിൻ്റെ ജനനരഹസ്യം മുഴുവനും അവളെ ധരിപ്പിച്ചു. കാമദേവൻ പൂർണ്ണ കലാംശത്തോടെ ശ്രീകൃഷ്ണപുത്രനായി രുക്മിണീദേവിയിൽ പിറന്നിരിക്കുന്നു എന്നും ശംബരാസുരൻ ആ പ്രജയെ മായാശക്തിയാൽ അപഹരിച്ച് കടലിൽ എറിഞ്ഞിട്ടുള്ളതാണെന്നും ഒരു മത്സ്യം അതിനെ കൊത്തി വിഴുങ്ങിയെന്നും ആ മത്സ്യത്തെയാണ് മായാവതിക്ക് ലഭിച്ചിട്ടുള്ളത് എന്നും ആ ശിശുവിനെ ശംബരൻ അറിയാതെ സൂക്ഷിച്ചു വളർത്തണമെന്നും മറ്റുമുള്ള വിവരങ്ങൾ നാരദ മഹർഷി വിധുമുഖിയെ ധരിപ്പിച്ചു. അതനുസരിച്ച് മായാവതി തൻ്റെ മായയാൽ മറ്റാരും അറിയാതെ ആ ശിശുവിനെ തൻ്റെ ഭർത്താവ് എന്നുള്ള നിലയിൽ ഏറ്റവും സ്നേഹപൂർവ്വം പരിപാലിച്ച് വളർത്തി. ഇന്ന് ഇത്രമാത്രം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.